ആ ശിരസ്ത്രം നിന്റെ തലയിലുണ്ടാവും. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ നിന്റെ കൂടെ ഉണ്ടാവും. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ മാറിപ്പോകുമ്പോഴാണ് പിന്നെ ഈ പിശാചിനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ചാർലി കർക്ക് എന്ന് പറയുന്ന ആൾ മരിക്കുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം ഞാനിങ്ങനെ വളരെയധികം ആത്മാവിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, എന്താണെന്നറിയില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കാണാണ് ഒരു ഗോൾഡൻ കളറിൽ ഗ്ലിറ്റർ ചെയ്യുന്ന ഒരു സാധനം അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ വിട്ടങ്ങോട്ട് പോവുകയാണ്. അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ ഓർത്തു, എസ്കേൽ പറയുന്ന മാതിരി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ ദൈവം എന്നോട് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അമേരിക്ക വിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ദൈവത്തോട് കരഞ്ഞു, ദൈവമേ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ബലമില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ല. ഞാൻ ചില സമയത്ത് വിചാരിക്കുക അമേരിക്കക്കാർക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന അവസ്ഥ വരെ ആയിപ്പോയി ആ സമയത്ത്. എൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാം. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിക്കാൻ നോക്കുക, ദൈവമേ അവരോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് നോക്കുക. അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ ഞാൻ ന്യൂസ് കാണുകയാണ്, മനുഷ്യനെ ഒരു വൃത്തകെട്ടവൻ വെടിവെച്ച് കൊന്നു. അവൻ്റെ അകത്തുള്ള വെറുപ്പ് കാരണമാണ് വെടിവെച്ച് കൊന്നത്. അത് തോക്കല്ല, ഇനി അവന് തോക്കല്ല വേറെ ഏത് ആയതാണെങ്കിലും അവനിപ്പോൾ ബോവൻ്റെ ആണെങ്കിലും മതി, ആ ദൂരെ നിന്ന് അവന് എഴുത് കൊല്ലാൻ. മനസ്സിലായോ? ആ ആയുധത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം പറയേണ്ടത് അവൻ്റെ അകത്തുള്ള വെറുപ്പിനെയാണ്. ഒരു മനുഷ്യൻ സാധാരണ പോലെ അവൻ ദൈവവചനം ഉപദേശിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കൊന്നിരിക്കുക. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലെ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ ഇരിക്കും. യോബിൻ്റെ വിഷയത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ ഒരു രക്ഷ യോബിന് ദൈവം കെട്ടിക്കൊടുത്തിരുന്നു. അതേമാതിരി ദൈവം നമുക്കൊരു സാന്നിധ്യം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ശിരസ്ത്രം. ആ ഹെൽമെറ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, എപ്പോഴും നമ്മുടെ തലയിൽ ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ഡിവോഴ്സ് കേസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാൻ ബൈബിള് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്നോട് ഒരു ദൈവദാസൻ എന്നോട് ചോദിച്ചു, വഴിയിൽ വെച്ച് കണ്ടപ്പോൾ, അവിടുത്തെ വഴിയിലല്ല അവിടുത്തെ കോട്ടിൽ തന്നെ വെച്ച് കണ്ടപ്പോൾ, ഈ ബൈബിൾ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അതെ. അതെന്താ അങ്ങനെ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിന് വേറെ കാരണങ്ങളുണ്ട്, അതിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ആകെ ടെൻഷനിലിരിക്കുക. അപ്പോഴാണ് അതിന് ബൈബിള്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ മനസ്സിൽ വെറുപ്പ്, പക, പിണക്കം, കയ്പ്, വിദ്വേഷമൊന്നും വരല്ലേ, ഇവരോട് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണേ. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ, എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ തരണേ. ഞാൻ പറയട്ടെ, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. പണ്ട് ടിപ്പു സുൽത്താൻ്റെ ഒരു വാള് ഞാൻ നമ്മുടെ മൈസൂരിൽ ഇത് കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പല അവിടുത്തെ മോണ്യുമെൻറ്റ്സും കണ്ടു. അതിൽ വാൾ എനിക്ക് വളരെയധികം ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ടിപ്പു സുൽത്താൻ്റെ വാളാന്ന് പറഞ്ഞു. അയ്യോ, എന്തൊരു ഹെവി വാളാണ് അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റ് നമുക്ക് കാണാം, മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ഹെവി ആയിട്ടുള്ള വാൾ എടുത്തുകൊണ്ട് എനിക്കത് പൊക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള വാൾ എടുത്തുകൊണ്ട് കുതിരപ്പുറത്ത് പോവുക, അത് വെച്ചിട്ട് യുദ്ധം ചെയ്യുകയാണ്. എന്നിട്ട് എത്രയോ ബ്രിട്ടീഷുകാരെ കൊന്നിട്ട് അവൻ എന്തിനു വേണ്ടി നിന്നോ ആ കാര്യത്തിന് വേണ്ടി നിൽക്കാൻ ആ ടിപ്പു സുൽത്താനെ സാധിച്ചു. അപ്പോൾ ഞാനതിങ്ങനെ മനസ്സിൽ ഭാവന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അയാൾ ഭയങ്കര ഒരു പോരാളിയാണ്, ഭയങ്കര ശക്തിയുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ശക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും ഘനമുള്ള ഒരു വാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ദൈവത്തിൻ്റെ പൈതലെ, ഈ ദൈവവചനം എന്ന് പറയുന്നത് ഒരു വാളാണ്. ഈ വാള് എടുത്ത് ഉപയോഗിക്കാനായിട്ട് നിനക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ അത്രയും ശക്തി വേണം. ആ ശക്തി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. അത്രയും ദൈവസ്നേഹവും ദൈവത്തിൻ്റെ ശക്തിയും ആത്മാവിലുള്ള ബലം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാളെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഉപദ്രവിച്ചു പോകും, നമ്മൾ തിരിച്ച് ശപിച്ചു പോകും, നമ്മൾ തിരിച്ച് വെറുത്തു പോകും. ആ തിരിച്ച് വെറുക്കാതെ, ശപിക്കാതെ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ ഈ വചനമാകുന്ന വാള് ഭയങ്കര ബലമുള്ള, ഭയങ്കര ഘനമുള്ള വാളാണ്. ഇതെടുക്കാൻ സാധിക്കണമെങ്കിൽ ആത്മാവിൽ ബലപ്പെടണം. ഈ ആത്മാവിൻ്റെ ബലത്തെക്കുറിച്ചാണ് അടുത്തത് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഈ ആത്മാവിൻ്റെ വാളാകുന്ന വചനം? ആത്മാവിൽ ശക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും ഘനമുള്ള വാൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആത്മാവിൻ്റെ വാളാകുന്ന ഈ വചനം ഒരു ആത്മീയ വാളാണിത്, ഒരു ഭൗതിക വാളല്ലത്. ഇതുകൊണ്ട് നമുക്ക് ഒരാളുടെ കഴുത്തറക്കാൻ പറ്റില്ല, പക്ഷേ ഇതുകൊണ്ട് ഒരാളുടെ അകത്തുള്ള വെറുപ്പിനെ അറുത്ത് മാറ്റാൻ പറ്റും. ഒരാളുടെ അകത്തുള്ള വിദ്വേഷത്തെ, കയ്പിനെ, സംശയങ്ങളെ നമുക്ക് അറുത്ത് മാറ്റാനായിട്ട് സാധിക്കും. പറയാണ്, ഈ വാളെടുക്കുക, എന്നിട്ട് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും പറയുകയാണ്, ആ ഒരു ആത്മാവിൻ്റെ വാളാകുന്ന വചനം നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാനും വിശ്വാസമാകുന്ന പരിചയം എടുത്ത് നിൽക്കാനും ഈ സത്യം അരക്കി കെട്ടി ഒരു ബെൽറ്റ് മാതിരി കെട്ടിയിട്ട് ഈ നീതി എന്ന കവചം ഇട്ടുകൊണ്ട് അങ്ങനെ നല്ല പ്രവൃത്തികളും നീതി പ്രവൃത്തികളൊക്കെ ചെയ്ത് സത്യസന്ധമായിട്ട് ജീവിച്ച് സമാധാന സുവിശേഷനായ തയ്യാറെടുപ്പ്, ഒരു കാലിനൊരു ചെരുപ്പ് മാതിരി ഇട്ടിട്ട്, വലിയൊരു ഷൂ ആണ് ഈ റോമക്കാരുടെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ, വലിയൊരു ഷൂ ആണ്. ആ ഷൂ മാതിരി അത് ഇട്ടിട്ട് അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന
ഒരു ഭടനെ പോലെ ആയിരിക്കണം നിങ്ങൾ. ദൈവരാജ്യത്തിൻ്റെ കേവലം ഒരു പൗരനല്ല നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഭടനാണ്. ആ പുതിയ വസ്ത്രങ്ങൾ എന്ന് പറയുന്ന ആ നീതിയുടെയും ആ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു പോരാടാനായിട്ട് ഒരു എതിരാളി വരും. അത് ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യനുമല്ല. അതാരാണ്? അന്ധകാര ശക്തി, പൈശാചിക ശക്തി. ആ പൈശാചിക ശക്തികളോട് പോരാടുമ്പോൾ ഈ ആത്മാവിൻ്റെ വാളാണ് വേണ്ടത്. കാരണം ആത്മാവാണ് പോരാടുന്നത്, മനസ്സിലായോ? ആത്മീയമായിട്ടാണ് പോരാടുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ വാളാണ് വേണ്ടത്. വെറുപ്പ്, വിദ്വേഷം, പക, പിണക്കം, കയ്പ് ഇതൊക്കെ കൊണ്ടുവരും പിശാച്. കമ്പാരിസൺ കൊണ്ടുവരും, അസൂയ കൊണ്ടുവരും. ആ സമയത്ത് അതിനെ എതിർത്ത് നിൽക്കുക. അതിനെയൊക്കെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ കയ്യിൽ ഈ വചനമാകുന്ന വാൾ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തിനകത്ത് വസിക്കണമെന്ന് പറയുന്നത്. പിശാച് അയക്കുന്ന നീ ഒന്നുമല്ല, നീ ഏതുമല്ല, നീ കണ്ടില്ലേ, ഒന്നും അല്ലാതായിപ്പോയില്ലേ, നിനക്കെന്താ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഓഹരിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് തരാതെ നമ്മുടെ ഒരു ലൗകികമായിട്ടുള്ള താഴ്ന്ന അവസ്ഥയെ കാണിച്ചുകൊണ്ട് അതിനെ ബലൂൺമാരി പെരുപ്പിച്ചുകൊണ്ട് അവൻ്റെ ആയുധങ്ങൾ ഇങ്ങോട്ട് എയ്യുമ്പോൾ അതിനെതിരെ നിൽക്കാൻ നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ, ഈ വാക്യങ്ങളൊക്കെ അവിടെ വരിക, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തുള്ള കുറച്ച് നേരത്തേക്കുള്ള നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണേണ്ടി വരും. എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന രാജ്യത്തിൽ അനന്ത ജീവൻ നമുക്ക് ലഭിക്കുമ്പോൾ, നിത്യജീവൻ നമുക്ക് ലഭിക്കുമ്പോൾ അന്ന് നമ്മുടെ ശരീരത്തിന് ഒരു രോഗവും വരില്ല. നമ്മുടെ ശരീരം എപ്പോഴും, ഇപ്പം ഞാൻ കണ്ടില്ല, ഒരു ജവാനായിട്ടിരിക്കുന്ന അതേമാതിരി ആയിരിക്കും. മുടിക്ക് നര വരില്ല. ശരീരം എപ്പോഴും ആ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കും. ആ ഒരു അവസ്ഥയിൽ നിരന്തരം കാലാകാലം വാഴുകയും സ്നേഹം മാത്രം സംസാരിക്കുന്ന, പിശാചിൻ്റെ ഒന്നുമില്ലാത്ത വെറുപ്പ്, വിദ്വേഷം, മറ്റുള്ളവരെ പറ്റിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലാത്ത, പിശാച് പോലും ഇല്ലാത്ത ഒരു രാജ്യം. സ്നേഹം, സത്യം, അഹിംസ, അത് മാത്രമുള്ള ഒരു രാജ്യം. അങ്ങനെ രാജ്യം, അതിലാണ് നമുക്ക് പ്രതിഫലം കിട്ടുക. അതാണ് നമ്മുടെ പ്രതിഫലം. അതിൽ നമ്മൾ നിരന്തരമായും കർത്താവിൻ്റെ കൂടെ വാഴാൻ പോവാണ്. അതിനെ പറ്റി ഓർക്കണം. അപ്പം എന്താണ്? ഈ വിശ്വാസമാകുന്ന പരിച കൊണ്ട് നമുക്ക് ദുഷ്ടൻ അയക്കുന്ന ഈ ലോകത്തിലെ ഓരോന്ന് കാണിച്ചിട്ട് നിനക്ക് വലിയ വീടില്ല, നിനക്ക് വലിയ കാലില്ല, നിനക്ക് നിൻ്റെ ഭാര്യ വിട്ടുപോയി, ഇതൊക്കെ കാണിക്കുന്ന ഇതിനെ എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഞാൻ പിശാചിനോട് ചില സമയത്ത് ചോദിക്കാണ്ട്, ഈ വീടും കാറും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ മരിക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ ഉള്ളത്? അവർക്ക് ഉള്ളം കൂടെ പോവുക അല്ലേ? അപ്പോൾ പൗലോസ് പറയാണ്, പൗലോസിൻ്റെ ഈ അവസ്ഥയാണ് എന്നെ ബലപ്പെടുത്തുന്നത്. പലപ്പോഴും ഞാൻ ചങ്കര ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുകയും. ഇപ്പോഴും എന്താ പറയുന്നത്? എനിക്ക് ഈ മെസ്സേജ് അങ്ങോട്ട് ആൾക്കാരുടെ അടുത്ത് എത്തിക്കണം. എൻ്റെ ദൈവമേ, ഞാനും ചില സമയത്ത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ദൈവം തന്നിരിക്കുന്ന ഈ സന്ദേശം ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ ഫുൾ കഷ്ടത്തിലാണ്. എല്ലാവരും എതിർത്ത്, യഹൂദന്മാരെ എതിർത്ത്, കൂടെയുള്ളവരെ എതിർത്ത്, സഹോദരന്മാരെ എതിർത്ത്, റോമക്കാരെ എതിർത്ത്, എല്ലാവരും അവനെതിരെ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ചുമത്തിയിട്ട് ജയിലിൽ കിടക്കുകയാണ്. അവിടെ നിന്നും ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ മെസ്സേജ് അങ്ങോട്ട് പറയണം. ആ ഒരു തീക്ഷ്ണതയെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഒരു തീക്ഷ്ണത അനുഭവിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ. ഞാൻ അവിടെ കാരാഗ്രഹത്തിൽ എന്നെ ഇവർ അടച്ചിട്ട സമയത്ത് എനിക്ക് അവിടെ ആളുകളെ കാണുമ്പോൾ ഇവരാരും ഒറ്റൊരുത്തരും രക്ഷിക്കപ്പെട്ടില്ല, ഒറ്റൊരുത്തരും വിശ്വാസത്തിലില്ല. ഇവരോടൊക്കെ എങ്ങനെ സുവിശേഷം പറയുന്നത് ഞാൻ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അതിൽ മോഷ്ടിച്ചു കൊണ്ടുപോകും ചില ആൾക്കാർ. ചില ഒരുത്തനെന്ന് വെച്ചാൽ എൻ്റെ തോർത്ത് അങ്ങോട്ട് മോഷ്ടിച്ചു കൊണ്ടുപോകും. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒരു 20 തോർത്ത് അയക്കണം. അച്ഛൻ എനിക്ക് 20 തോർത്തോ? അതിനൊക്കെ 5 തോർത്തെങ്കിലും അയക്കും. 5 തോർത്ത് അയച്ചാൽ എന്താ, ഇവ മോഷ്ടിച്ച് കൊണ്ടുപോകും അടുത്ത ദിവസവും. പിന്നെ എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി മോഷ്ടിച്ച് കൊണ്ടുപോയിട്ട് അത് അവിടെ തന്നെ തൂക്കിയിടും എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ അവൻ്റെ എന്തോ ഒരു മോഷണത്തിൻ്റെ ക്ലെപ്റ്റോമേനിയാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഞാനിത് കുറച്ച് കാലം സഹിച്ചിട്ട് പിന്നെ ഞാൻ ആ വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ച് ഒരു ദിവസം ഞാൻ അവിടെ ഇരുന്നിട്ട് ഗലാത്യർ, ഫിലിപ്പിയർ, എഫേസ്യർ, ദൈവത്തിൻ്റെ ഒരു കരുണയാണ് കേട്ടോ നമുക്ക് ബൈബിള് പ്രസൻറ്റിൽ കിട്ടുന്നത്. ആ മിനിസ്ട്രി ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ബൈബിൾ ഇല്ലാതെ ഞാൻ കുറേ ദിവസം ഞാൻ കഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ബൈബിൾ കിട്ടി ഞാനതിങ്ങനെ ഉറക്കം വായിക്കുക. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുക, ഇത് എന്താണ് സംഭവം? അങ്ങനെ ഞാൻ ആ വ്യക്തിയോട് പതുക്കെ സുവിശേഷം പറയാൻ തുടങ്ങി.
അതിൽ ചില കുട്ടികൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അവർക്ക് എന്നെക്കാൾ വളരെ പ്രായം കുറവാണ്. പക്ഷെ അവരുടെ വിചാരം ഞാൻ എന്തോ ഒരു ചെറുപ്പക്കാരനാണ്. എൻ്റെ മോന്തൊക്കെ കണ്ടിട്ട് അവരുടെ വിചാരം എന്ന് വെച്ചാൽ ഞാനൊരു 20 വയസ്സുള്ള ആളാണ്, 25 വയസ്സുള്ള ആളാണ്. എന്നോട് വന്നിട്ട് പറയാണ്, ഞങ്ങളൊക്കെ എന്തായാലും നരകത്തിലേ പോകുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ട് ഇരിക്കുക. എന്ന് വെച്ചാൽ 10, 18, 20, 25 വയസ്സ് കാണും മാക്സിമം. അങ്ങനെ ഒരു 40 വയസ്സുള്ള ആൾക്കാർ വരെ കാണും. അവരൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഉറപ്പിച്ച് നരകത്തിലേ പോകുള്ളൂ, അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. എന്നിട്ട് ഞാൻ അവരെ കൂടെ ഇരുന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇവർക്കെല്ലാവർക്കും ഹിന്ദി പാട്ട് കേൾക്കണം. ഷാറുഖ് ഖാൻ്റെ തുജേ ദേക്കാ തോയെ ജാനാസനം. അത് ഞാൻ നന്നായിട്ട് പാടും. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി വരുന്നതാണ്. അത് പാടിക്കഴിഞ്ഞ് പിന്നെ ഞാൻ മുഴുവൻ പാടുന്നത് സുവിശേഷ പാട്ടുകളാണ്. ആ സുവിശേഷ പാട്ടുകൾ മുഴുവനും കേട്ട് അവിടെ ഇരിക്കും. ഈ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് വന്നതിൻ്റെ ദൈവം, ഭയങ്കര പേടിയായിപ്പോയി. ഞാനാണ് അവിടെ ഇരുന്നിട്ട് മെയിൻ ഗായകനായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് സുവിശേഷ ഗീതങ്ങൾ. അപ്പോൾ ഒരു പോലീസുകാരൻ അതിലിങ്ങനെ വന്നിങ്ങനെ നോക്കി എന്താണ് പരിപാടി ഇവിടെ നടക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാരി ഓൺ. അയാൾ എന്നോട് നിർത്താൻ പറഞ്ഞില്ല, ക്യാരി ഓൺ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ട് പാടി ഇവരെ കൂടെ അങ്ങ് നല്ല സന്തോഷിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എവിടെയാണെങ്കിലും അനുഭവിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ഉന്നത അവസ്ഥയിലും ഏറ്റവും താണ അവസ്ഥയിലും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ പൗലോസ് ഇതേമാതിരി ചങ്ങലയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ അവിടെ ഇരുന്നിട്ടും എങ്ങനെയെങ്കിലും ഈ മെസ്സേജ് എനിക്ക് കൈസറിൻ്റെ അടുത്ത് വരെ എത്തിക്കണം. എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്തേക്ക് എനിക്ക് മെസ്സേജ് എത്തിക്കണം എന്ന് പറഞ്ഞ മതിയാ. അവിടെ ഇരുന്നിട്ട് കൈസറിൻ്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഈ മെസ്സേജ് എനിക്ക് എത്തിക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പൈതലേ, ആ പ്രാർത്ഥനയാണ് നിൻ്റെ എൻ്റെയും ബല. രാവിലെ എണീക്കുമ്പോൾ അങ്ങോട്ട് അറിയാതെ മുട്ടുകുത്തും, അറിയാതെ പ്രാർത്ഥിക്കും, അറിയാതെ. ഇതൊരു ശീലമായി. അറിയാതെ അങ്ങോട്ട് വരും. കിടക്കുകയാണെങ്കിൽ മുട്ടുകുത്താനുള്ള ഒരു ശേഷിയില്ലെങ്കിൽ പോലും അകത്തുനിന്ന് അങ്ങോട്ട് പ്രാർത്ഥന വരിക. ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലം അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിയെ ഈ ലെറ്ററും കൊണ്ട് അയക്കുകയാണ്. എന്തിനാണ്? പൗലോസിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്കൊരു ആശ്വാസം കിട്ടാനും. പൗലോസ് ജയിലൊക്കെയാണ്, പക്ഷെ പൗലോസ് നല്ല സന്തോഷത്തിലാണ്. പരിശുദ്ധാത്മാവ് പൗലോസിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. പൗലോസ് ദൈവത്തിൽ തന്നെയാണ്, ഉറച്ചു നിൽക്കുകയാണ് പൗലോസ് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളാരും യഹൂദന്മാരെ പോലെ പരിച്ഛേദന കഴിച്ച് ശബ്ബത്ത് ആചരിച്ച് നിങ്ങളുടെ ദൈവാലയത്തിൽ, യഹൂദന്മാരുടെ ദൈവാലയത്തിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്യജാതികളിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ അതേമാതിരിയൊക്കെ ജീവിച്ചാൽ മതി. പക്ഷേ പഴയ സ്വഭാവങ്ങൾ മാറ്റണം എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ സ്വഭാവം. ഈ പുതിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്ഷമിക്കുക, സ്നേഹിക്കുക, കരുതുക, ശുശ്രൂഷിക്കുക. ഇതൊക്കെയാണ് പഴയ സ്വഭാവമാകുന്ന മോഷ്ടിക്കുക, ഉപദ്രവിക്കുക, പള്ളു പറയുക, ചീത്ത പറയുക, പുറകെ നിന്ന് കുത്തുക, അങ്ങനത്തെ സ്വഭാവങ്ങളും ഇങ്ങനത്തെ മോശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ദുർനടപ്പ്, അശുദ്ധി, ഇതൊക്കെ നിങ്ങൾ മാറ്റിയേ പറ്റൂ. പൗലോസ് വളരെ സന്തോഷത്തിലാണ്. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. ഇവിടെ ഒരു കാരാഗ്രഹത്തിൽ നിന്ന് എഴുതുന്നതായിട്ട് തോന്നുന്നുണ്ട് അത് വായിക്കുമ്പോൾ. എനിക്കിത് വേറെ ആൾക്കാർ പറഞ്ഞപ്പോഴും പിന്നെ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് പിന്നീട് ബോധ്യം വന്നത്. കുറേ കൊല്ലം മുന്നേ ഞാൻ ആദ്യമായിട്ട് ഈ ബൈബിൾ വായിച്ച സമയത്ത് അപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത്, കാരാഗ്രഹത്തിൽ ഇരുന്നിട്ടാണ് ഈ ചങ്ങാതി ഇതൊക്കെ എഴുതുന്നത്. അന്നത്തെ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജയിൽ മാറ്റിയൊന്നുമല്ല. വളരെ തിക്തമായ അനുഭവമാണ് അവിടെയുള്ള പ്രിസണേഴ്സിന് കിട്ടുക. എങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് അവന് സമാധാനമുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, നിങ്ങൾക്ക് സമാധാനവും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളോട് കൃപയാൽ ക്ഷമിച്ചു, നിങ്ങൾ വിശ്വസിച്ചു, ദൈവം നിങ്ങൾക്കൊരു ബന്ധം തന്നു. കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ ഇപ്പോൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളായി തീർന്നിരിക്കുകയാണ്. ദൈവരാജ്യത്തിലെ കേവലം അംഗങ്ങളല്ല, കേവലം പൗരന്മാരല്ല, നിങ്ങൾ ഭടന്മാരാണ്. ആ തിരിച്ചറിവോടെ നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പല ശക്തികളും, പല വലിയ വലിയ രാജാക്കന്മാരുടെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തികളും ഈ സുവിശേഷത്തിൻ്റെ മർമ്മം ഇതുവരെ മനസ്സിലാക്കാതെ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഫറവോൻ കേട്ടില്ലേ? ഫറവോൻ കേട്ടപ്പോൾ ഫറവോൻ എന്താ തോന്നിയത്? എനിക്ക് വിട്ടുതരാൻ പറ്റില്ല, മനസ്സില്ല. ഏത് യാഹോയാണത്? ഏത് യഹോയാണത്? എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കേണ്ടതിന് വേണ്ടി വിട്ടുതരിക എന്ന് മോശ പറയുമ്പോൾ ഫറവോൻ പറഞ്ഞ ആരാ ഇത്? ഈ ഞാനാകുന്നത് ഇത് തോന്നിയാസം കളിക്കാൻ ഇവിടെ വന്നിട്ട് എന്നാ പറഞ്ഞത്. പക്ഷേ മോശയെ കൂടെ ദൈവം 10 അത്ഭുതങ്ങൾ ചെയ്തു. ഫറവോൻ വീണ്ടും അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി.
അവസാനം ദൈവം ഫറവോനെ നിർബന്ധിച്ചു. ഫറവോൻ്റെ ആദ്യജാതന്മാരെ കൊന്നുകളഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു വ്യാധി അവരുടെ മധ്യ അയച്ചുകൊണ്ട് കർത്താവ് അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, രക്ഷകന്മാരായി നിൽക്കേണ്ട സ്ഥാനത്ത് രക്ഷിക്കാൻ വരാതിരിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ സംഹാര ദൂതനെ അയച്ച് നിങ്ങളെ എന്നെ രക്ഷിക്കും. ദൈവം സംഹാര ദൂതനെ അയച്ചിട്ടാണ് ആരെ രക്ഷിക്കുന്നത്? മോശയുടെ കൂടെ ദൈവത്തെ ആരാധിക്കാൻ വന്ന ജനത്തെ രക്ഷിക്കുന്നത്. അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു. സംഹാര ദൂതൻ വന്നിട്ട് ഫറവോൻ്റെ ആദ്യജാതന്മാരെ കൊന്നിട്ട് അവരെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ പുറത്തു വന്നെങ്കിലും പിന്നെയും ഫറവോൻ പുറകെ വരികയാണ്. ഇതേമാതിരിയാണ് അന്ധകാര ശക്തികൾ, ഇതേമാതിരിയാണ് പാരമ്പര്യ ശക്തികൾ, ഇതേമാതിരിയാണ് ചില സ്വഭാവങ്ങൾ. മദ്യപാനം, പിന്നെ മറ്റുള്ളവരെ പറ്റി ദൂഷണം പറയുന്ന സ്വഭാവം, കോപം, ക്രോധം, ദുർനടപ്പ്, ഇതൊക്കെ നമ്മളെ പുറകെ ഇങ്ങനെ ഓടി വരും. ആ ഓടി വരുന്ന സമയത്ത് നമ്മൾ ആ മുമ്പിലാണെങ്കിൽ ചെങ്കടലും കിടക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും കടന്ന് അങ്ങോട്ട് പോകാൻ നോക്കുമ്പോഴാണ് പുറകിൽ ഈ ശക്തിയും വരുന്നു. പുറകിലുള്ള സ്വഭാവങ്ങൾ നമ്മളെ വേട്ടയാടാൻ നോക്കുന്നു. പിശാച് അതൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ എന്താണ്? വലിയൊരു ചെങ്കടൽ കിടക്കുകയാണ്. നമുക്കത് കടന്നു പോകാൻ സാധിക്കില്ല. ആ സമയത്ത് മോശേൻ്റെ കൂടെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവൻ്റെ കയ്യിലുള്ള വടി താഴിട്ട് അവൻ്റെ ശരീരവും അവൻ്റെ തലയും താഴെ വെച്ച് ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, കരയാൻ മടിക്കരുത് കേട്ടോ. കരച്ചിലെന്ന് പറയുന്നത് ദൈവവചനപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ്റെ ശക്തിയാണ്. അത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് അതൊരു അവൻ കരഞ്ഞു പോയി, അവൻ പേടിച്ചു പോയി, അവൻ തൂറിപ്പോയി, ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഗബ്ബർ സിംഗ് അല്ല ദൈവം. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ മുമ്പിൽ നീ താഴുകയും ദൈവത്തിൻ്റെ മുമ്പിൽ നീ കുമ്പിടുകയും നീ കരയുകയും ചെയ്യുമ്പോൾ നിന്റെ ഓരോ കണ്ണുനീരും അവൻ്റെ ബോട്ടിലാക്കി വെച്ചിരിക്കുക. അതിനൊക്കെ ദൈവം ശിക്ഷ കൊടുക്കും നിന്നെ കരയിപ്പിച്ചവർക്ക്. അപ്പോൾ ഞാൻ പറയട്ടെ, ആ കണ്ണുനീര് ദൈവത്തിന് മുത്തുകൾ മാതിരിയാണ്. ആ കണ്ണുനീരോടെ അവിടെ കിടന്നിട്ട് മോശെ നിലവിളിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, മോശേ, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? എൻ്റെ കയ്യിൽ ഈ വടിയാണ് ഉള്ളത്, ഈ വചനം എടുത്ത് നീട്ട്. ആ വചനമെടുത്ത് ആ വടിയെടുത്ത് നീട്ടിയപ്പോൾ ചെങ്കടൽ ദൈവം പിളർത്തി. അതിനകത്തുകൂടെ ദൈവം വഴിയൊരുക്കി. അവനും അവൻ്റെ ജനതയും കടന്നുപോയി. അതിൻ്റെ പുറകെ വന്നിട്ട് അതിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച ഫറവോനും അവൻ്റെ ജനവും മുങ്ങിപ്പോയി. ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ നീതീകരിക്കുന്നത് ദൈവം, കുറ്റം ചുമത്തുന്നവൻ ആർ. ദൈവത്തിൻ്റെ പൈതലേ, നീ ഒരൊറ്റ മനുഷ്യനാണ്, ഒറ്റയ്ക്കാണ്. നീ നിൻ്റെ വീട്ടിൽ നിന്നും, നിൻ്റെ കുടുംബത്തിൽ നിന്നും, നിൻ്റെ ദേശത്തു നിന്നും, നിൻ്റെ ജാതിയിൽ നിന്നും, നിൻ്റെ വംശത്തു നിന്നും, നിൻ്റെ സമൂഹത്തു നിന്നും, നിൻ്റെ രാജ്യത്തു നിന്നും, നിൻ്റെ റേസിൽ നിന്നും വന്നിരിക്കുന്നതെങ്കിലും ഈ ദൈവം നിൻ്റെ കൂടെ നിൽക്കും. ഈ യഹോവയുടെ രാജ്യത്തിലെ ഒരു അവയവമാണ് നീ, അംഗമാണ് നീ, പൗരനാണ് നീ, ഭടനാണ് നീ. ശക്തിയോടെ നിൽക്കുക. ആരാണ്, എവിടെയാണ്, അതുകൊണ്ട് എങ്ങനെയായിരിക്കണം എന്നത് തിരിച്ചറിയുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ട് സഹിച്ച് എല്ലാവർക്കും നന്ദി.